Next problem is the problem number 6. Estimate the main dimensions of the stator core of a 10 kW 400 volts 50 Hz 4-pole induction motor having the following data. B average equal to 0.45 Weber per meter square. AC per centimeter is 220. Eta equal to 0.9. Power factor equal to 0.89. Determine also the conductors per stator phase when the stator is star connected to delta connected. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ കുറിച്ച് ഇട്ടിട്ട് നമ്മൾ എൻ എസ് നമുക്ക് വേണം. വട്ട് ഈസ് എൻ എസ്? സിങ്കർണസ് സ്പീഡ് ഇൻ ആർ പി എസ്, റവല്യൂഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ അത് 2f/p ആണ്. 120f/p എന്നുള്ളത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 എന്നുള്ള 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2f ആകും. 2f/p 25 RPS. അപ്പോൾ KV ഇൻപുട്ട് പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മാതിരി KW തന്നിരിക്കുകയാണെങ്കിൽ KW ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഡിവൈഡ് ബൈ പവർ ഫാക്ടർ. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. KVA എന്ന് പറയുന്നത് 12.48 ആണ്. C0 ഈക്വൽ ടു 11 B ആവറേജ് AC ഇൻറ്റു KW ഇൻറ്റു 10⁻³ അപ്പോൾ നമ്മൾ 11 ഇൻറ്റു B ആവറേജ് 0.45 തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ലോഡിങ്, സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ് 22,000. KW തന്നിട്ടില്ല. സോ വി അസ്യൂം വൈൻഡിങ് ഫാക്ടേഴ്സ് 0.955 into 10⁻³ you get C0 as 103.99. നമ്മൾ Q കണ്ടുപിടിക്കുന്നു. C0 d²LNS, അതിൽ നിന്ന് d²L. അപ്പോൾ Q നമ്മൾ കണ്ടുപിടിച്ചു. Q is 12.48 divided by C0 divided by NS. അങ്ങനെയാണല്ലോ നമ്മൾ d²L കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ L/τ ഡിയും എല്ലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം L/τ നമ്മൾ അസ്യൂം ചെയ്യണം. ഫോർ ഗുഡ് ഓവറാൾ ഡിസൈൻ. എന്തിനാണ് L/τ ഒന്നെന്നും പറഞ്ഞത്? ഫോർ ഗുഡ് മൊത്തത്തിൽ മെഷീൻ നല്ല ഓവറാൾ ഡിസൈനിലുള്ള മെഷീൻ കിട്ടുന്നതിന് വേണ്ടി L/τ ഒന്നെന്നും പറഞ്ഞ് ഓർക്ക് ആ ഒരു ടാബുലർ ഫോമിൽ ചെയ്യാൻ L/τ വാല്യൂസ് വന്നിട്ടുണ്ട് പലത്. അപ്പോൾ അതിൽ ഒരു പാരാമീറ്റർ സെലക്ട് ചെയ്ത് അത് ചെയ്യുന്നു. ഗുഡ് ഓവറാൾ ഡിസൈൻ. ഇപ്പോൾ L/τ എന്ന് പറയുന്നത് πd/p ഈക്വൽ ടു 1. L ഈക്വൽ ടു πd/p. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വി ഗെറ്റ് D ഈക്വൽ ടു 0.1828 മീറ്റർ എന്ന് കിട്ടും. ക്യൂബ് റൂട്ട് ഓഫ് സോ ആൻഡ് സോ. അപ്പോൾ L സമ അതുകൊണ്ട് ഇങ്ങനെ കണ്ടുപിടിച്ചു 0.1435. അപ്പോൾ നമുക്ക് മെയിൻ ഡയമെൻഷൻസ് കിട്ടി. ഇനി അതിനകത്തുള്ളത് ഡിറ്റർമിൻ ഓൾസോ ദി കണ്ടക്ടേഴ്സ് പെർ സ്റ്റേറ്റർ ഫേസ് വെൻ ദ സ്റ്റേറ്റർ ഈ സ്റ്റാർ കണക്റ്റഡ് ആൻഡ് ടു ഡെൽറ്റ കണക്റ്റഡ്. സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കുമ്പോഴും ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കുമ്പോഴുള്ള കണ്ടക്ടേഴ്സ് പെർ ഫേസ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. ഫ്ലക്സ് ബി ആവറേജ് ഈക്വൽ ടു നമുക്കറിയാം. ബി ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ദ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഇസ് ബി ആവറേജ് ഈക്വൽ ടു 5p/πdl where 5 is the flux per pole. 5 is equal to B average into πdl/p. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ആവറേജ് ഫ്ലക്സ് കണ്ടുപിടിക്കാം 0.00927 വെബർ. ഇപ്പോൾ സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ ഈ PH 4.44 kW FI/TPH ആണല്ലോ. അപ്പോൾ വോൾട്ടേജ് പെർ ഫേസ് ഈക്വൽ ടു TPH ടേൺസ് പെർ ഫേസ്. സ്റ്റാർ കണക്റ്റഡ് ആകുമ്പോൾ 400 വോൾട്ട്സ് ആണ് മെഷീൻ്റെ റേറ്റിംഗ്. അപ്പോൾ സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ സോ ദ ഫേസ് വോൾട്ടേജ് വലിയ 400/√3 എന്നെടുക്കണം. അപ്പോൾ അത് നമ്മൾ TPH equal to 117.5.
അപ്പോൾ തൊട്ടടുത്ത പോൾ നമ്പർ എടുക്കും 118. അപ്പോൾ അത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ്, അതാണല്ലോ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ടേൺസ് പെർ ഫേസ് ആയത് കണ്ടക്ടേഴ്സ് പെർ ഫേസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2, 236 അതാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ദ മെഷീൻ ഈസ് ഡെൽറ്റ കണക്റ്റഡ്, ഈ പി എച്ച് ഈക്വൽ ടു ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് ദ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. വോൾട്ടേജ് റേറ്റിംഗ് ഇവിടെ 400 അപ്പോൾ അത് ഫേസ് വോൾട്ടേജ് തന്നെ ഡെൽറ്റയിൽ വരുമ്പോൾ ലൈൻ വാല്യൂയും ഫേസ് വാല്യൂയും സെയിം തന്നെ. അപ്പോൾ നമ്മൾ ടി പി എച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ 400/√3 ആയിരുന്നു, അത് 400, ബാക്കിയെല്ലാം സെയിം തന്നെ. 204 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ്, അപ്പോൾ 204 ടേൺസ് പെർ ഫേസ് ആയി. സോ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ് 408. ആ പ്രോബ്ലത്തിൻ്റെ 2 പാർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. എന്താണ്? കറണ്ട് ഡെൻസിറ്റി ആംപിയർ കണ്ടക്ടേഴ്സ് പെർ സെൻറ്റിമീറ്ററാണ് എ സി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണമല്ലോ. 220 തന്നിരിക്കുന്നത് എ സി പെർ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എ സി പെർ മീറ്റർ ആക്കുന്നതിന് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആംപിയർ കണ്ടക്ടേഴ്സായി 220. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സി സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ ആയിരിക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആംപിയർ കണ്ടക്ടേഴ്സ് 220. ഇപ്പോൾ 1 മീറ്ററിലേക്ക്, ഇപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പം ഇൻറ്റു 100, 220 ഇൻറ്റു 100, അങ്ങനെ ഇവിടെ 22,000 വന്നേക്കുന്നത്. എ സി ഈക്വൽ ടു 22,000. സോ റിമെമ്പർ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ സി പെർ മീറ്റർ, എ സി പെർ സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. അതിനെ 100 കൊണ്ട് ഗുണിച്ച് 22,000 ആക്കിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിൻ്റാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. Now let us pass on to the next problem. Problem number 7 in the notes. അത് സ്വല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് മെനി ടൈംസ് റിപ്പീറ്റഡ്. ഇപ്പോഴും ഈ കഴിഞ്ഞ KT ക്വസ്റ്റിനകത്ത് അത് ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഈ മാസം നടന്ന സപ്ലിമെൻ്ററി 7th സെമസ്റ്റർ പരീക്ഷയിൽ അത് ചോദിച്ചിട്ടുണ്ട്. A 15 kW 440 volts 4-pole 50 Hz 3-phase induction motor is built with a stator bore of 0.25 meter and core length of 0.16 meter. The specific electric loading is 23,000 ampere conductors per meter. Using the data of this machine, determine the core dimensions, number of stator slots and number of stator conductors for a 11 kW 460 volt 6-pole 50 Hz induction motor. Efficiency equal to 84% and power factor equal to 0.82 for each machine. അപ്പോൾ 2 മെഷീനും ഈ തന്നിരിക്കുന്ന അസംഷൻസ്, എഫിഷ്യൻസി 84%. ഇത് കേരള യൂണിവേഴ്സിറ്റി ഏപ്രിൽ മെയ് 2011, അതിന് മുന്നേ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കൂടാതെ KTUവിൽ ഇപ്പോഴീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു 15 kW 440 വോൾട്ട് മെഷീൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബിൽറ്റ് വിത്ത് എ സ്റ്റേറ്റർ ബോർ 0.25 മീറ്റർ. ബോർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ ഡയമീറ്ററാണ്. ബോർ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ്. അപ്പം D ഈക്വൽ ടു 0.25 മീറ്റർ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റർ. അതാണ് സ്റ്റേറ്റർ ബോർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമുക്ക് വേണ്ടുന്ന D 0.25 മീറ്റർ. കോർ ലെങ്ത് 0.16 മീറ്റർ. L ഈക്വൽ ടു 0.16 മീറ്റർ. ദ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് ഈസ് 23,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. അത് തന്നിട്ടുണ്ട്. ബി ആവറേജ് തന്നിട്ടില്ല. യൂസിങ് ദ ഡേറ്റ ഓഫ് ദിസ് മെഷീൻ, ഈ മെഷീൻ്റെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിൻ ദ കോർ ഡയമെൻഷൻസ് DL, നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് എക്സെട്ര ആൻഡ് നമ്പർ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ഫോർ എ 11 kW വേറെ റേറ്റിംഗ് ഉള്ള 11 kW 460 വോൾട്ട് റേറ്റിംഗ് ഉള്ള 6-pole മെഷീൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം പറഞ്ഞിരിക്കുന്ന സംഗതികൾ. 2 മെഷീൻ്റെ എഫിഷ്യൻസി 84%, പവർ ഫാക്ടർ 0.82 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 15 kW മോട്ടർ, ആദ്യത്തെ മോട്ടറിന് നമുക്ക് Q കണ്ടുപിടിക്കാം. എഫിഷ്യൻസിയും പവർ ഫാക്ടറും തന്നിട്ടുണ്ട് 0.84 ആൻഡ് 0.82. അപ്പോൾ Q ഈക്വൽ 21.8. ആദ്യത്തെ മെഷീൻ്റെ 4-pole ആണ്. ഫസ്റ്റ് മെഷീൻ്റെ 4-pole ആണ്. അപ്പോൾ അത്
നമ്മൾ സിങ്കർണസ് സ്പീഡ് NS 2 × 2F/P NS = 2F/P. അപ്പോൾ അത് 25 RPS. അതിൽ നമുക്ക് C0 കണ്ടുപിടിക്കാം. C0 = Q/d² LNS. കാരണം Q = C0 d² LNS എന്നാണല്ലോ. അപ്പോൾ നമ്മൾ 21.8 ഡിവൈഡഡ് ബൈ 0.25 സ്ക്വയർ d² L 0.16 ആൻഡ് NS is 0.25 87.2 എന്ന് കിട്ടും C0. സോ വി ഹാവ് ടു റിമെമ്പർ ദിസ് വാല്യൂ ഓഫ് C0. രണ്ട് മെഷീനും ഒരേ ഡേറ്റയാണ്. അപ്പോൾ ഈ C0 ഒന്ന് തന്നെ ആയിരിക്കും രണ്ടിനും. വി ഹാവ് C0 = 11 kW B average into AC into 10⁻³ അപ്പോൾ C0 is 87.2 equals 11 kW B average. ഇവിടെ KWൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ആ KW നമുക്കിവിടെ വാല്യൂ വേണം. അപ്പോൾ അത് അസ്യൂം ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മ വേണം. KW is 0.955. So KW is 0.955. അത് കംപ്ലീറ്റ് ചെയ്യണം. 0.955 KW = 0.955. അതവിടെ വൃത്തിയായിട്ട് എഴുതി കാണും. KW = 0.955. സോ അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് B average കണ്ടുപിടിക്കാം. B average ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. അപ്പോൾ B average ഇതായിരിക്കും. ഈസ് ഫ്രം ദാറ്റ് ഇക്വേഷൻ B average is 87.2 by 11 kW AC into 10⁻³ അപ്പം B average 0.3609 Wb/m². നമുക്ക് DU L അറിയാം. അതിനകത്ത് പോൾ പിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. πD/P ആണല്ലോ പോൾ പിച്ച്. πD/P ഓരോ പോളിൻ്റെയും സ്വാധീന മേഖല, അതാണ് പോൾ പിച്ച്. ദ സർക്കംഫറൻഷ്യൽ ലെങ്ത് ഫോർ ഈച്ച് പോൾ πD/P. D എന്ന് പറയുന്നത് 0.25, πD/P 0.196 മീറ്ററാണ്. L/τ ഈ മെഷീൻ്റെ റേഷ്യോ L/τ 0.816 എന്ന് വരും. ഇനി നമുക്ക് 11 kW മോട്ടർ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അതാ ഡിസൈൻ ചെയ്യേണ്ടത്. 11 kW മോട്ടർ യൂസിങ് ദ സെയിം ഡേറ്റ ആസ് ദി അതർ മെഷീൻ, ആസ് ദി എബോവ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? യു ഹാവ് ടു നോട്ട് ദിസ്. B average അത് തന്നെ ഉപയോഗിക്കാം. AC ആ മെഷീൻ്റെ പഴയ മെഷീൻ്റെ തന്നെ ഉപയോഗിക്കാം. L/τ റേഷ്യോ ഉപയോഗിക്കാം. C0 എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കാം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ രണ്ടാമത്തെ മെഷീൻ്റെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ 6 പോളാണ്. അപ്പോൾ തീർച്ചയാകുമ്പോൾ NS വ്യത്യാസപ്പെട്ടിരിക്കും. NS is 2F/P ആണ്. F is 50 Hz. അപ്പം NS is equal to 16.67 RPS എന്ന് വരും. This machine has P equal to 6. So we have the kV input. Now we can find out the kV input for this machine, Q for this machine. And KW എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഡിവൈഡ് ബൈ പവർ ഫാക്ടർ 15.97 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് D²L കണ്ടുപിടിക്കാമല്ലോ. പുതിയ മെഷീൻ്റെ രണ്ടാമത്തെ മെഷീൻ്റെ D²L = Q ഡിവൈഡഡ് ബൈ C0 NS 0.01099. L/τ പഴയ മെഷീൻ്റെ L/τ 0.816 ആ L/τ തന്നെ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ L/τ ആ റേഷ്യോ ലെങ്ത് ഡിവൈഡഡ് ബൈ ദി പോൾ പിച്ച് 0.816 എന്ന് ഉപയോഗിക്കുമ്പോൾ L/D = this or L is equal to 0.427D. അപ്പോൾ ഈ മെഷീൻ്റെ ലെങ്തും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. L is equal to 0.427D. ഇത് നമുക്ക് ആ D²L പ്രോഡക്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D² into L 0.427D = 0.01099.
അതിൽ നിന്ന് നമുക്ക് ഡി ക്യൂബ് സമം കിട്ടും, ഓർ ഡി ഈക്വൽ ടു 0.295. അപ്പോൾ എൽ അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലും ഡിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ സോ വി ഗെറ്റ് എൽ ഈക്വൽ ടു 0.427 ഡി, കാരണം എൽ ഈക്വൽ ടു 0.427 ഡി എന്ന് കിട്ടി. അപ്പോൾ ആ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് എൽ, ദ ലെങ്ത് ഓഫ് ദ മെഷീൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. യു ഗെറ്റ് 0.126 മീറ്റർ ആൻഡ് ഡി ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ മെഷീൻ്റെ ഡയമീറ്ററും കിട്ടി, ലെങ്തും കിട്ടി, ആൻസറാണ്. അപ്പോൾ അത് നമ്മൾ ആൻസർ കിട്ടുന്നിടത്ത് ആൻസർ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് നമ്പർ ഓഫ് സ്ലോട്ട്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സ്ലോട്ട്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അതും കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സ്ലോട്ട്സ്, status slots, determine the conductors, determine the core dimensions, number of status slots. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്രയാണെന്ന് നോക്കണം. സിൻസ് ദ സ്ലോട്ട് പിച്ച് ലൈസ് ബിറ്റ്വീൻ 25 mm ആൻഡ് 15 mm, നമുക്കറിയാം മെഷീൻ്റെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്ലോട്ട് പിച്ച് 25 mm ആൻഡ് 15 mm. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എത്ര സ്ലോട്ട്സ് ഉണ്ടെന്ന്, സ്ലോട്ട്സ് ഏതിനിടയ്ക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈ ഡി ബൈ 25 ആൻഡ് പൈ ഡി ബൈ 15 ഇതിനിടയ്ക്കായിരിക്കണം. സോ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ലൈസ് ബിറ്റ്വീൻ പൈ ഡി, ഡി എന്ന് പറയുന്നത് എം എമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 0.295 മീറ്റർ എന്നുള്ളത് എം എമ്മിലാക്കാൻ ഇൻറ്റു 10⁻³ അപ്പോൾ പൈ ഡി ബൈ 25 37നും പൈ ഡി ബൈ 15 15നും. അപ്പോൾ സ്ലോട്ട് പിച്ച് കുറവാണെന്നുണ്ടെങ്കിൽ സ്ലോട്ട്സ് കൂടുതലായിരിക്കും, അപ്പോൾ 62. അപ്പം 37നും 62നും ഇടയ്ക്കായിരിക്കണം. വേറൊരു കാര്യം കൂടെ നമുക്കറിയാം, സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്, ഓരോ പോളിൻ്റെ അണ്ടറിൽ ഓരോ ഫേസിനുള്ള സ്ലോട്ട്സ് എം എന്ന് പറയുന്ന സാധനം അത് 2, 3, 4 ഒക്കെ വരുള്ളൂ. 2, 3, 4 ഒക്കെ വരുള്ളൂ. അത് 2, 3, 4 ഒക്കെ വരുള്ളൂ. അപ്പോൾ അത് 36, 54, 72, 36, 54, 72 ഇതിനിടയിലായിരിക്കണം. അപ്പോൾ 37നും 62. അപ്പോൾ 36 എന്നുള്ള നമ്പർ ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല. സോ വി ക്യാൻ സെലക്ട് ദി സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആസ് 3. അപ്പോൾ അത് 3 അല്ലെങ്കിൽ 4 ആകാം. 4 എടുത്താൽ see when we use 4, the number of slots should be 72, 72 ആകണം. പക്ഷേ ഇവിടെ 72 വരെ പോകാൻ പറ്റത്തില്ല, 62. അപ്പം 37നും 62നും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് 3 വരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 54 സ്ലോട്ട്സേ വരാൻ പറ്റുള്ളൂ. ആൻഡ് ദസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഈക്വൽ ടു 54. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഈക്വൽ ടു 54. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റേറ്റസ് സ്ലോട്ട്സ് 54 എന്ന് കിട്ടും. സ്റ്റേറ്റസ് സ്ലോട്ട്സ് 54. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 54 ഒറ്റയടിക്ക് കിട്ടി. നൗ ദ ഫ്ലക്സ് പെർ പോൾ നമുക്ക് ബി ആവറേജ് അറിയാമല്ലോ. ബി ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. ബി ആവറേജ് 0.3609 സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഇൻറ്റു പൈ ഡി എൽ ബൈ പി. അപ്പോൾ അതിൽ നിന്ന് ഫ്ലക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കുന്നതിന് ഫ്ലക്സ് വേണം. ഫ്ലക്സ് ഈക്വൽ ടു 7 × 10⁻³ വെബ്. ഡെൽറ്റ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു വിചാരിക്കുക. ഡെൽറ്റ കണക്ഷൻസ് യൂസ്ഡ് ഫോർ ദി സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് നമ്മൾ എടുക്കുക. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഡെൽറ്റ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യാം ഫോർ ദ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്റ്റേറ്റർ വോൾട്ടേജ് പെർ ഫേസ്, ലൈൻ വോൾട്ടേജ് തന്നെ ഫേസ് വോൾട്ടേജും ഡെൽറ്റ കണക്ഷൻ ആകുമ്പോൾ 460 വോൾട്ട്. അപ്പോൾ നമ്മൾ TPH ആ റിലേഷൻഷിപ്പിൽ നിന്ന് 4.44 kW TPH എന്ന് പറയുന്നതാണ് EPH. അപ്പോൾ സോ TPH ഈക്വൽ ടു EPH ഡിവൈഡഡ് ബൈ ദിസ്. സോ യു ഗെറ്റ് substituting, you get turns per phase equal to 309.1. നെക്സ്റ്റ് ഹോൾ നമ്പർ എടുക്കുക 310. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് അപ്പോഴേ അത് TPH ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൊത്തം ഉള്ളത് ടേൺസ് പെർ ഫേസ് ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സ് പെർ ഫേസ് ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കണം. 3 ഫേസിനും കൊണ്ടുള്ള ആകുമ്പോൾ പിന്നെ 3 കൊണ്ടുകൂടെ ഗുണിക്കണം. അപ്പോൾ 6 TPH ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ്. അപ്പോൾ 6 × 310. അപ്പോൾ ദാറ്റ് ഈസ് 1860.
എത്ര സ്ലോട്ട്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ച് 54. സോ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ഈക്വൽ ടു 1860 divided by 54. 34 conductors per slot. So using 34 conductors per slot, total number of conductors equal to 34 into 54. Stated turns per phase. നമ്മൾ തിരിച്ച് ഒന്നുകൂടെ നോക്കുന്നു. 306 ആയേ പറ്റുള്ളൂ. ഇത് 54 കൊണ്ട് ഗുണിക്കുമ്പോൾ അപ്പം 1836 ഡിവൈഡ് ബൈ 6, 306 ടേൺസ് പെർ ഫേസ്. അപ്പോൾ ഇവിടെ 310 വേണ്ട, നമ്മൾ 306 ഉപയോഗിക്കുന്നുള്ളൂ. So this is the answer. Wherever, see in the question, the thing which is asked, when you write the answer, you mark as answer. ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം ആൻസർ എന്ന് അതിനകത്ത് എഴുതുക.